ശബരിമല സ്വർണ്ണമോഷണ കേസിൽ 3 പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. KS ബൈജു, N വാസു, മുരാരി ബാബു എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് തള്ളിയത്. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, ഏതായാലും ഇപ്പോൾ അല്പം മുമ്പാണ് വിജിലൻസ് കോടതിയിൽ നിന്ന് സ്വർണ്ണമോഷണം ED അന്വേഷിക്കണമെന്ന തീരുമാനത്തിലേക്ക് വരികയും ഇപ്പോൾ ഏതായാലും ഈ 3 പേരുടെ KS ബൈജു, N വാസു, മുരാരി ബാബു എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ടുണ്ട്. എന്താണ് വിവരങ്ങൾ? 3 പേരുടെയും ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി നേരത്തെ തള്ളിയിരുന്നു. അതിനെ തുടർന്നാണ് 3 പേരും ഹൈക്കോടതിയെ സമീപിച്ചത്. തിരുവാഭരണം മുൻ കമ്മീഷണറായ KS ബൈജു, ഒപ്പം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N വാസു, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, ഈ 3 പേരുടെയുമാണ് ജാമ്യാപേക്ഷ ഇപ്പോൾ ഹൈക്കോടതി ജസ്റ്റിസ് A ബദറുദ്ദീൻ തള്ളിയിരിക്കുന്നത്. അതായത് ഈ കേസിലെ സ്വർണത്തിന്റെ കൈവശക്കാരൻ എന്ന നിലയിൽ ജാഗ്രത പുലർത്തിയില്ല എന്നുള്ളതാണ് തിരുവാഭരണ കമ്മീഷണറായിരുന്ന ബൈജുവിനെതിരായ ആരോപണം ഉണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് KS ബൈജുവിനെ 7ാം പ്രതിയാക്കി കേസെടുക്കുകയും ചെയ്തത്. 2019 ദ്വാരപാലക ശില്പങ്ങൾ കൊടുത്തുവിടുന്ന സമയത്ത് വിവാദ ഉത്തരവിൽ ഒപ്പിട്ടു എന്നുള്ളതായിരുന്നു ബൈജുവിനെതിരെ കണ്ടെത്തിയ കുറ്റം. എന്നാൽ ദേവസ്വം ബോർഡിന്റെ അനുമതിയോടെയാണ് സ്വർണം കൊണ്ടുപോയത് എന്നായിരുന്നു ബൈജുവിന്റെ മൊഴി. പക്ഷേ ദേവസ്വം ബോർഡ് അത് തിരുത്തിയിട്ടുമുണ്ട്. ഒപ്പം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന N വാസു, അദ്ദേഹം ഈ കേസിൽ 3ാം പ്രതിയാണ്. ഇത് ചെമ്പുപാളികളാണ് എന്ന് രേഖപ്പെടുത്തി അത് ഇളക്കി മാറ്റാൻ ശുപാർശ നൽകിയത് N വാസു ആയിരുന്നു എന്നാണ് വാസുവിനെതിരായ കേസ്. പക്ഷേ സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റുന്ന സമയത്ത് താൻ സർവീസിൽ ഉണ്ടായിരുന്നില്ല എന്നൊക്കെയായിരുന്നു വാസുവിന്റെ വിശദീകരണം. പക്ഷേ ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വാസുവിന്റെ ജാമ്യാപേക്ഷയും ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിസ്ഥാനത്ത് വരുന്നത് മുരാരി ബാബുവാണ്. കേസിലെ 2ാം പ്രതിയാണ്. അദ്ദേഹം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. മൂവരുടെയും വാദങ്ങൾ കോടതി അംഗീകരിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. ശരി, ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സ്വർണ്ണമോഷണ കേസിൽ KS ബൈജു, N വാസു, മുരാരി ബാബു എന്നിവരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു.